ഇവിടെ വിളിക്കുന്നത് രാവിലെ 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 കട്ടിലേന്ന് വീഴാനൊരു പൊടിക്കുഞ്ഞ് കട്ടിലേന്ന് വീഴാനൊരു പൊടിക്കുഞ്ഞ്. ഇവിടെ ആണുങ്ങളൊന്നും കയറുന്നില്ല. അവരും ഇവിടെ വൈഫൈ ഒക്കെ കൊണ്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് വൈഫൈ ഇവിടത്തെ ആണുങ്ങൾ ഇവിടെ ആണുങ്ങളും കയറത്തില്ല. ഇവിടുത്തെ ഒരാണും വരത്തില്ല. ഇവിടുത്തെ കേരളത്തിലെ നല്ല അവരും ഇവിടെ കയറത്തില്ല. ഇത് എന്റെ വസ്തു കണ്ട ആണുങ്ങൾക്ക് കൊടുക്കാനുമല്ല, എന്റെ വസ്തു കണ്ടവർക്കൊന്നും കൊടുക്കാനില്ല. കുട്ടടിച്ചവരൊക്കെ തിരിച്ച് കാശ് കൊടുക്കും. അടിച്ച പൈസ കൊടുത്താൽ മതി. എന്റെ ഒരു കുട്ടി എന്നെ അതിനാ കൊല്ലണം തിന്നണമെന്ന് പറഞ്ഞ് നടക്കുക. അവിടെ അവന്മാര് ഒത്തിരി നാളുകൊണ്ടൊന്നും നടക്കുക എന്നെ കൊല്ലാനും തിന്നാനും. അടിക്കണം പിടിക്കണം. ആരാ? ഒത്തിരി ഭീഷണിയുണ്ട്. അടിക്കണം പിടിക്കണം. രാവിലെ രാവിലെ ഭീഷണിയായിട്ട് നടക്കുക. കുറെ കഥയുണ്ടാക്കി നടക്കുകയല്ലോ. എന്താ പറയുന്നത്? ഡൽഹി വന്ന കഥയാ. ഇവിടെ ആരുടെയൊക്കെ പോകുന്നില്ല. ഞാൻ എന്തിനാ നിൽക്കുന്നത്? ഇവിടെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ ഭീഷണി. നാട്ടുകാരൊക്കെ ദുഃഖി. ഏത് നാട്ടുകാരെ ദുഃഖിച്ചിരിക്കുന്നേ? നാട്ടുകാര് ദുഃഖിച്ചിരിക്കുന്നു. നാട്ടുകാര് എന്നും അങ്ങ് നടക്കുമെന്ന് വിചാരിച്ചു. എന്താ ബിജുപി കുറെ അവന്മാരെല്ലാം കൂടെ എന്റെ പുട്ടടിക്കാന്ന് വിചാരിച്ചില്ല. പുട്ടടിച്ചാൽ തിന്നാമെന്ന് വിചാരിച്ചു. പുട്ടടിക്കാൻ ഇൻഷുറൻസ് പറ്റിയും നടക്കുക. എന്റെ വസ്തുവിലേക്ക് വിറ്റാൽ പുട്ടടിക്കാമെന്ന് വിചാരിച്ച് വിട്ടടിപ്പിക്കാം. പുട്ടടിക്കാൻ നടക്കുക അവിടെ അവന്മാരോടുമാരും. കാര്യമില്ലായിരുന്നു. നിങ്ങൾ ഇവിടെ നിർത്തിയതായി അവർ ഇന്നലെ വിളിച്ച് പറയുന്നത് ഏതാണ്ട് ചെലവിന് കൊടുത്തെങ്കിൽ നീ വാങ്ങിയില്ല അവളോട്. ഇവിടെ സകല പണിക്കാത്ത വസ്തുവില്ല ചെലവിന് തരാന്. നീ ചെലവിന് കൊടുത്തവളോട് വാങ്ങിച്ചാൽ മതി. അവർക്ക് പെൻഷനൊക്കെ ഉണ്ട്. നീ ചെലവിന് കൊടുത്തവളോട് വാങ്ങിക്കടാ. ചെലവിന് കൊടുത്തുന്ന ഇവൻ ഇന്നലെ വിളിച്ച് ഇവൻ ചെലവിന് കൊടുക്കുന്നത് രാജമ്മയ്ക്ക്. ചെലവിന് കൊടുക്കുന്ന എനിക്കറിയത്തില്ല. അവൻ ചെലവിന് കൊടുക്കുന്ന എന്നാലേ അവളോട് അവൻ പറയുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അവളോട് ചെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ നേരെ മുള്ളിപ്പാകലുണ്ട്. പലിശ പൈസ തരാൻ പറഞ്ഞു. ഇങ്ങോട്ടൊക്കെ വാങ്ങിച്ച് വല്ല കാശ് വാങ്ങിച്ചിട്ടോ വല്ലൊക്കെ ഉണ്ടെങ്കിൽ നീ അവളോട് ചെന്ന് പലിശ പൈസ വാങ്ങിയിട്ട് ഇത് സാധന പണിക്കാരുടെ മുതൽ അവർക്ക് വിൽക്കാൻ യാതൊരു അവകാശമില്ല. സാധന പണിക്കാരുടെ മോക്കും ഭാര്യയെന്ന് പറയുന്ന രത്നന്മാരിക്കാരെ വകയാണ്. അല്ലാതെ കണ്ട നാട്ടുകാരുടെ വകയല്ല സാധന പണിക്കാരുടെ മുതൽ. ഇതിന് നാണുണ്ടോ പറയാൻ? വൈകുന്നേരം തെല്ലുന്ന കഴിവുറവന്മാർ അയ്യോ ചെരുപ്പം വിറ്റ അമ്പലത്തിന്റെ ഒക്കെ മിറ്റത്ത് ഇങ്ങനെ കാണാൻ രണ്ട് ചെരുപ്പം കൈ പോയിട്ടില്ല. ആൾക്കാർ പോകാൻ രണ്ട് ചെരുപ്പം കൂടെ കൂട്ടി അടിക്കുകയാണ്. പല രീതിയിൽ കുറെ അവന്മാര് പല രീതിയിൽ തന്നെ പ്രാപ്തിയാണ്. പക്ഷെ അവന്മാരുമായിട്ട് നമ്മള് കണക്റ്റഡ് ആണെന്ന് വരുത്തി നമ്മുടെ വസ്തുവും വകയെ അവന് കൊടുത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള രീതിക്ക് നടക്കുക. ഇവൻ ആരാ എന്റെ വസ്തുവും വകയെ വാങ്ങിക്കാൻ വരാന്? അങ്ങനെ കണ്ട ആളുകൾക്ക് ഉണ്ടാകാം അറിയാൻ വസ്തു. എനിക്ക് എന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ വെളിയിലോട്ട് പോകത്തില്ല. പടിയാക്കി തന്നെ പോകത്തില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും എന്ത് പോയി കഴിവേ എന്ത് പോയാ കഴിവുറവേ നിന്റെ വീട്ടില്? അവൾ എങ്ങനെ നിന്റെ വീട്ടിൽ വന്നാ കഴിവുറവേ പോയി പടിയാത്തോളാൻ? ഞാനിവിടെ എങ്ങും പോയിട്ടില്ല. അവിടെ വെച്ചിട്ട് എങ്ങും പോയിട്ടില്ല. പെൻഷൻ പോലും മാറ്റാൻ പോയിട്ടില്ല. ഇവിടെ തന്നെ എന്റെ വീട്ടിലെ മോനെ എനിക്ക് പെൻഷൻ കൊടുക്കാൻ എന്തായാലും അവൻ ഇവിടെ ഒന്നും കേറണ്ട. ഇവിടെ ആത്മഹത്യ ചെയ്യാൻ ധൈര്യമുള്ളവർ വന്ന ആത്മഹത്യ ചെയ്യണം. നമുക്ക് പോലീസിനോട് പറയാം. ഇവിടെ ഇങ്ങനെ പല ഭീഷണിയും പറ്റുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഉദ്ദേശം കഴിച്ച് ഇവിടെ പിടിച്ചോണ്ട് പോയി ചോദിക്കുക ഇവർക്ക് എന്ത് ഉദ്ദേശം എന്നുള്ളത്. പോലീസ് ചോദിക്കാം നീ എന്തോ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്താലും നിന്റെ വല്ല ഇവിടെ പിടിച്ച് പറ്റി വെച്ചോ? നിന്റെ രൂപയെ നിന്റെ ലക്ഷങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോ? നീ ഇവിടെ വന്ന് കിടന്ന് ആത്മഹത്യ ചെയ്യാന്? നീ 4 വർഷം ഇവിടെ നിന്നെ ഇങ്ങോട്ട് കാശ് വെച്ചോ സത്യത്തില്? നീ ഇപ്പം അവിടെ നിൽക്കുന്നല്ലോ. നീ 25,000 രൂപ വെട്ടി വെച്ചിട്ടല്ലേ ഇരിക്കുന്നത്? അതുപോലെ ഞാനും വാടകയ്ക്ക് താമസിച്ച് 25,000 ആദ്യം വെട്ടി വെക്കണമായിരുന്നു. ഇതുപോലെ 2 മാസത്തെ വാടക വെട്ടി വെച്ചിട്ട് വാടക മാസം തോറും കൊടുക്കണമായിരുന്നു. നീ അതുപോലെ എല്ലാവരും അങ്ങനെയാ. നീ ഇങ്ങോട്ട് വന്നേച്ച് പോകണം ഞങ്ങൾക്ക്. ആഹാ നീ ഇവിടെ നിന്നേച്ച് നീ ദ്രോഹിയാസം ഇങ്ങോട്ട് എടുക്കണ്ട. കണക്ക് പറയാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വെക്കേണ്ടി വരും കാശ്. നീ കൂടുതലൊന്നും സാമർത്ഥ്യം ഇങ്ങോട്ട് എടുക്കണ്ട. ഏത് നാട്ടുകാരെയും കൊള്ളത്? നാട്ടുകാരോട് ഇനി വരാൻ പറ. നാട്ടുകാർ പോലും ഇവിടെ ഇവിടെ ഏതാണ് നാട്ടുകാരെ അറിയുന്നത്? ഇവിടെ നാട്ടുകാരെന്ന് ഒത്തിരി നാട്ടുകാരുണ്ടോ നിങ്ങൾക്ക്?
അതാ ഇങ്ങനെ ശീലന് ഇവിടെ വന്ന് ഫ്രണ്ടിൽ കയറി നിങ്ങൾ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? നിങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇവിടെ പലതും കഴിച്ച സമയത്ത് നിങ്ങളെ ഉറക്കിയിട്ട് ഇവിടെ ഇവിടെ പലതുമായിരുന്നു നടത്തിയത്. ഇവിടെ എന്തോ നടത്തിയത് നിങ്ങൾക്കറിയാം. നിങ്ങൾ കിടന്ന് മണ്ണ് കിടന്ന് ഉറങ്ങുമായിരുന്നു. നിങ്ങൾ ഇതായിരിക്കും എന്നെ പെട്ടെന്ന് പറയിക്കാതെ ഉറങ്ങിക്കാതെ ഉറങ്ങുന്ന സമയത്ത് ഇവിടെ ചെയ്യുന്നവരും എന്നോട് ഇവിടെ ശീലനും അവനെല്ലാം കയറി മണിക്കൂർ ആ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇതിനാരോ ശീലനൊക്കെ ഇവിടെ കയറിയിരിക്കാന്. ആഹാ നമ്മളാരും ശീലനെ ഒന്നും ഇവിടെ കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഒരിക്കൽ വന്നേക്ക് ശീലനെ അവിടെ എവിടെയെല്ലാം കേൾക്കാൻ ഉള്ളതുണ്ട്. ഒത്തിരി കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആത്മഹത്യ തന്നെയാണ് ആത്മഹത്യ. ഇവിടെ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന്. ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇവിടെ കള്ളത്തരം ചെയ്തിട്ടുള്ളവർ ആത്മഹത്യ ചെയ്യും. അത്രേ ഉള്ളൂ. കള്ളത്തരം ചെയ്തവരാരാണോ അവൾ ആത്മഹത്യ ചെയ്യും. എനിക്കറിയാം. എനിക്ക് ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഈ കള്ളം ചെയ്തിട്ടില്ല. ഞാൻ കള്ളത്തരങ്ങളൊന്നും കൊണ്ട് നടക്കുകയല്ല. നീ ഇങ്ങോട്ട് കയറി വലിയ ആളൊന്നും ആവാൻ നടക്കണ്ട. കുട്ടനും സുബ്രഹ്മണ്യം എന്റെ കൊണ്ടല്ല സാധനങ്ങൾ ഞാൻ കൊടുക്കാൻ കൊണ്ടുവന്നു. നീ എന്താ ഇവിടെ ഇവിടുത്തെ ആരാ? നീ സുബ്രഹ്മണ്യൊക്കെ ഇവിടുത്തെ എന്റെ വൈഫൈയും പിടിച്ചുകൊണ്ട് വെച്ച് നീ എന്തോ ഡ്രാമ കാണിക്കുക. കുറെ അവന്മാരോടുമാരും ഡ്രാമയും കൊണ്ടിരിക്കുന്നു. നീയൊക്കെ ആരാ ഇവിടുത്തെ? ഡ്രാമയൊന്നും വേണ്ട ഇങ്ങോട്ട്. ഇവിടുത്തെ ആരും ആയി ഡ്രാമയൊന്നും എടുക്കണ്ട. ഡ്രാമയൊക്കെ കൈവച്ചിരുന്നാ മതി. ഡ്രാമയൊക്കെ ആത്മഹത്യ ചെയ്തു. നാളെ ആത്മഹത്യ ചെയ്ത് പേടിപ്പിക്കുന്നുള്ളൂ. അതേതാണ്ട് ഇതിന്റെ ലക്ഷങ്ങൾ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ നീ പിന്നെന്തുവാ അവള് പറയുന്ന എന്റെ വീടിന്റെ മുന്നിൽ വന്ന ആത്മഹത്യ ഇവിടെ നിർത്തിയാണല്ലോ. 4-5 വർഷം ഇവിടെ നിന്ന് പോയത് ഇരുന്നോണ്ടാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ ആരും ഇവിടെ കയറി താമസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ യാതൊരു അധികാരമില്ല. പിന്നെ ഇവിടെ താമസിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് രോഗം. ഒന്നാമത് നിങ്ങൾ ആരും ഇവിടെ കയറി ആത്മഹത്യ എന്നൊക്കെ നമ്മുടെ ഭീഷണിപ്പെടുത്താൻ ഭീഷണി പിന്നെ ഭീഷണി നീ വേറെ വല്ലതും നടത്തും. ഒത്തിരി ഭീഷണിയുണ്ട്. നമുക്ക് പഠിക്കും പിടിക്കും ഒത്തിരി ഭീഷണിയുണ്ട്. അഭിനയിക്കുക എന്റെ ആരാണ്ടാണ്. എന്നിട്ട് എന്റെ വസ്തുവും വകയൊക്കെ പിടിച്ചു പറിക്കാന് നീ ഏതോനാ പിടിച്ചു പറിക്കേണ്ടതെന്ന് എനിക്കൊന്ന് അറിയണം. അതിനാ മുക്കും വന്നാൽ ഒക്കത്തില്ല. മുക്കും എന്റെ വസ്തു അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. പ്രമാണം എനിക്ക് കിട്ടാൻ വെക്കുന്നത് ഞണ്ടാണെന്നല്ല. ഒരർക്കും ഞണ്ടാനുള്ളതല്ല. ഞാൻ ആരുടെയും പ്രമാണമൊന്നും എടുക്കാൻ വന്നിട്ടില്ല. എനിക്കറിയാം പ്രമാണം. എനിക്ക് എന്റെ അച്ഛനും അമ്മയും സമ്പാദിച്ചു തന്നിട്ടുണ്ട്. ഞാനും വാങ്ങിച്ചിട്ടുണ്ട് 7-14 സെന്റ്. അല്ലാതെ ആ കണ്ടാറിന്റെ ഒന്നും ഇവിടെ എടുത്തു വെച്ചിട്ടില്ല. ഞാൻ എന്റെ അച്ഛൻ്റെതേ ഉള്ളൂ. അല്ലാതെ കണ്ടവരൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ ഇവിടോട്ട് വന്നാ നീ ചുണയുള്ളപ്പൻ്റെ മോളാ. നീ വാ ഇവിടെ വന്ന് ആത്മഹത്യ എന്തോ പറ്റുമെന്ന് അറിയണം. നീ ആത്മഹത്യ ഞാൻ പറയുന്നു. നീ ആത്മഹത്യ ചെയ്യും. കള്ളത്തരം ചെയ്തവർ ആത്മഹത്യയൊക്കെ പലതും ചെയ്യും. എനിക്ക് ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കള്ളത്തരം ചെയ്തവർ പലതും ചെയ്യും. നീ ആത്മഹത്യ ചെയ്തേക്ക് പോകും.